എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമ്മുടെ പാച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഫുഡ് പാച്ച് എന്ന് പറഞ്ഞാൽ മുളയുടെ അകക്കാമ്പും അതുപോലെ തന്നെ വൈറ്റമിൻസും ആണ്. ഇത് നമ്മുടെ കാലിന്റെ അടിയിൽ, ഉള്ളം കാലിലാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അത് വൈറ്റ് കളറിലുള്ള ഒരു പാച്ചാണ്. രാത്രിയിൽ കിടക്കാൻ നേരത്ത് നമ്മൾ സപ്ലിമെന്റ്സ് കഴിക്കുകയും ധാരാളം വെള്ളം കുടിക്കുക, ഒരു 2.5 ലിറ്റർ 3 ലിറ്റർ വെള്ളം കുടിക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? രാത്രി കിടക്കാൻ നേരത്ത് അത് നമ്മുടെ ഉള്ളം കാലിന്റെ അടിയിൽ ആ സ്റ്റിക്കർ ഒട്ടിക്കുക. നന്നായിട്ട് കാറ്റ് കയറാത്ത രീതിയിൽ എയർ ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുക. രാവിലെ ആകുമ്പോൾ ആ വൈറ്റ് കളറിലുള്ള പാച്ച് എന്തായിട്ട് വരും? നല്ല എത്രത്തോളം ടോക്സിൻസ് വലിക്കാവോ നമ്മുടെ തല തൊട്ടിട്ട് താഴെ വരെയുള്ള ഞരമ്പുകളിലെ കംപ്ലീറ്റ് ടോക്സിൻസും അത് വലിച്ചെടുക്കും. അപ്പൊ നല്ല ബ്ലാക്ക് കളറിലായിരിക്കും വരിക. അത് നമ്മൾ എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ ഒഴിവാക്കി കളയുക, അല്ലെങ്കിൽ കുഴിച്ചിടുകയോ ചെയ്യുക, അല്ലെ കത്തിച്ച് കളയുകയോ എങ്ങനെയെങ്കിലും ചെയ്യുക. അത് പുറത്ത് എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ കോഴിയോ മറ്റോ ഇത് എന്തെങ്കിലും അതെടുത്ത് തിന്നാനിടയായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊത്താനിടയായിട്ടുണ്ടെങ്കിൽ അവ ചത്തുപോകും. അത് കാരണം നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് തന്നെയാണ് അത് വലിച്ചെടുക്കുന്നത്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അത് 1 2 പ്രാവശ്യം അല്ലെ 2 3 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ നമ്മൾ ഫുഡ് പാച്ച് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോഴേ കംപ്ലീറ്റ് ടോക്സിൻസ് അതിൽ നിന്ന് വലിഞ്ഞു പോവുകയുള്ളൂ. അപ്പൊ തന്നെ നമുക്ക് എന്തായിരിക്കും? അതിന്റെ കളർ ചേഞ്ചസ് ഒക്കെ പതുക്കെ കുറഞ്ഞു വരികയും അതേപോലെ തന്നെ സാവകാശം നമ്മുടെ ഞരമ്പ് ഉള്ളിലേക്ക് ചുരുങ്ങി പോവുകയും ചെയ്യും. ഞരമ്പ് നമ്മുടെ പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരത്തിലെ ചീത്ത ബ്ലഡിനെ വലിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഞരമ്പ് ചുരുങ്ങി പോവുകയുള്ളൂ. നമ്മുടെ വേദന, കടച്ചില്, എല്ലാ അസ്വസ്ഥതകളൊക്കെ അത് കുറച്ചു വരും. നീര് കാര്യങ്ങളൊക്കെ വലിഞ്ഞു പോകും. സാവകാശം ഞരമ്പ് ഉള്ളിലേക്ക് ചുരുങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് നമ്മൾ വെരിക്കോസിന് ചെയ്യേണ്ടത്. പിന്നെ മുറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ സാധനങ്ങൾ ഒഴിവാക്കണം. കടല, പയറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, നമ്മൾ പരിപ്പ്, ഉഴുന്ന്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? മുറിവുണ്ടായി കഴിഞ്ഞാല് അങ്ങനത്തെ പ്രോട്ടീൻ കൂടിയ സാധനങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് മുറിവ് ഉണങ്ങാൻ താമസം വരും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ, മുറിവ് ഉള്ള ആളുകൾ എന്ത് ചെയ്യുക? വൈറ്റമിൻ അടങ്ങിയ സാധനങ്ങൾ ധാരാളം ഉപയോഗിക്കുക. ഇലക്കറികൾ, പച്ചക്കറികൾ അങ്ങനെയുള്ളത് ധാരാളം ഉപയോഗിക്കുക. ഫൈബർ ധാരാളം ഉപയോഗിക്കുക. ഈ പ്രോട്ടീൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. എന്നാൽ മാത്രമേ അവരുടെ മുറിവ് ഉണങ്ങുകയുള്ളൂ. തൈര്, കട്ടത്തൈര് അങ്ങനെയൊക്കെയുള്ളത് ഇടയ്ക്ക് എപ്പോഴും യൂസ് ചെയ്യുന്ന പോലെയല്ല, സ്ഥിരമായിട്ടുള്ളത് ഒഴിവാക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ മുറിവ് ഉണങ്ങുകയുള്ളൂ. അപ്പൊ ഇംഗ്ലീഷ് മരുന്ന് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ലേസർ ട്രീറ്റ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ വെയിൻ കട്ട് ചെയ്തിട്ട് ചെയ്യും. ഇപ്പൊ കൂടുതലും അതിന്റെ ഉള്ളിൽ മഷി പോലെ ഇഞ്ചെക്ട് ചെയ്തിട്ട് അതിനെ അലിയിച്ച് കളയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അങ്ങനെയുള്ള അതുപോലെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് ഡയഗ്നോസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ സപ്ലിമെന്റ്സ് കഴിച്ചാൽ നമുക്കത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. ലേസർ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വീണ്ടും വീണ്ടും അത് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് എത്ര നമ്മൾ ഇതാക്കി കഴിഞ്ഞാലും നമുക്കത് വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എല്ലാവരും, അതായത് ഉള്ള ആളുകൾക്ക് നമുക്കില്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് അതിന്റെ റിസൾട്ട് കിട്ടുമ്പോൾ അവരും അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന സപ്ലിമെന്റ്സ് ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. മെയിനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഗ്യാനോഡർമ, നോനി, ഫ്ലാക്സ് ഓയിൽ നോർമലി ഉള്ള കേസിലാണെന്നുണ്ടെങ്കിൽ. മുറിവുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാർജിനൈൻ കൂടെ യൂസ് ചെയ്യണം. അതേപോലെ തന്നെ പൈൽസ് രൂപത്തിലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫൈബർ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ കോമൺ ആയിട്ട് തന്നെ ഫൈബർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഒരു 3 days അല്ലെങ്കിൽ 4 days കഴിയുമ്പോൾ ഫുഡ് പാച്ചും കൂടെ യൂസ് ചെയ്യണം. അപ്പൊ ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിജയാശംസ നേരുന്നു. വിഷ് യു വെൽ. താങ്ക് യു. ഇതിന് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. Thank you so much. പിന്നെ കോംബയോട്ടിക് ഒന്നും പിന്നെ യൂസ് ചെയ്യണ്ട. കോംബയോട്ടിക് ഒന്നും നോർമലി ആവശ്യമില്ല നമുക്ക്. അതായത് ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം കോംബയോട്ടിക് യൂസ് ചെയ്താൽ മതി. നോർമലി വെരിക്കോസ് ആണെന്നുണ്ടെങ്കിൽ അത് അങ്ങ് തിരിച്ചു പോകുന്ന വെയിനിൽ ബ്ലോക്ക് വരുവാണല്ലോ ചെയ്യുന്നത്. അത് നമുക്ക് മെയിൻ വെയിൻ അല്ല, ചെറു ഞരമ്പ് വെയിൻ എന്ന് പറയും.
അപ്പൊ അത് നമ്മള് ഗുഡ് മോർണിംഗ്. അതിന്റെ അകത്ത് ചെയ്യേണ്ടത് ഉടമ്പ കഴിക്കുമ്പോൾ ആ ചീത്ത ബ്ലഡിനെ അലിയിക്കും. അതുപോലെ തന്നെ ഫ്ലാക്സ് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ സർക്കുലേഷൻ കൂടും. പിന്നെ നോൻ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലെ അണുക്കളെ നശിപ്പിക്കും. നോർമലി ഉള്ള വെരിക്കോസിനാണെങ്കിൽ ഇത് 3 മതി. അതിന്റെ കൂട്ടത്തിൽ മുറിവുണ്ടെങ്കിൽ എല്ലാ ആസിഡിനെയും യൂസ് ചെയ്യുക. ഫൈബർ യൂസ് ചെയ്യാം നിങ്ങൾക്ക്. എന്നുവെച്ചാൽ നാരടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ ചെല്ലുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ നല്ലതാണ്. ഹലോ മാഡം മാഡം ഹലോ മാഡം ഞാൻ കൊടുക്കുന്നുണ്ട് കണ്ണൂർ, ഞാൻ കൊടുക്കുന്നുണ്ട്. എന്റെ പേര് ഷാഹിദ ഷാജിമോളാണ്. ഞാൻ കണ്ണൂർ ഒരാൾക്ക് വെരിക്കോസിന്റെ കൊടുത്തിട്ടുണ്ടായി.